Welcome back my YouTube channel. This is Chaitanya Purushothaman. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ആറാമത്തെ ചാപ്റ്ററായ ബയോളജിയിലത്തെ ആറാമത്തെ ചാപ്റ്ററായ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന പാഠമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനാബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം സമയങ്ങളൊന്നും ഇല്ലല്ലോ പഠിക്കാൻ. അപ്പോൾ പരീക്ഷ എത്താനായി. അപ്പോൾ സമയങ്ങൾ അധികമൊന്നും കളയാതെ ഓരോ മിനിറ്റുകളും അല്ലെങ്കിൽ ഓരോ സെക്കൻഡുകളും പാഴാക്കാതെ പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ അതിന് ശരിയായ ആൻസേഴ്സും അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് ആൻസേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആറാമത്തെ അധ്യായമായ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിതക കാര്യങ്ങളെക്കുറിച്ചിട്ട്, ജനിതക ഘടനയെക്കുറിച്ചിട്ടും ക്രോമോസോമുകളെ കുറിച്ചിട്ടും ജീനുകൾ എന്താണെന്ന് കുറിച്ചിട്ടും അതൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യം. നമ്മളെല്ലാവരും പറയാറുണ്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ ചില ഗുണങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് ഈ പാരമ്പര്യം നമുക്ക് കിട്ടുന്നത്? അതാണ് ഇപ്പം ഇവിടെ പറയാൻ പോകുന്നത്. അതായത് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതായത് ചില കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പാട്ട് പാടാനും അതിനൊക്കെയുള്ള കഴിവുകൾ ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ പാട്ട് പാടുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാറുണ്ട് ആ കുട്ടിക്ക് ഇന്ന ആളുടെ കഴിവാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് പറയാറുണ്ട്. അപ്പം ഇതാണ് ഈ പാരമ്പര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ചില കുട്ടികൾക്ക് എന്താണ് അച്ഛനമ്മക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ചില കഴിവുകളും കാണിക്കാറുണ്ട്. അതും എന്താണ് അത് പറയുന്നത് വ്യതിയാനങ്ങൾ എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഒട്ടും മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത ചില സവിശേഷതകൾ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്ന ചില സവിശേഷപരമായ കഴിവുകളാണ് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്കും വ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടും പറയുന്ന അല്ലെങ്കിൽ രണ്ടിനും കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് രണ്ടിനെ കുറിച്ചും പാരമ്പര്യത്തെ കുറിച്ചിട്ടും വ്യതിയാനങ്ങളെ കുറിച്ചിട്ടും പറയുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ന് ജനിതക ശാസ്ത്ര രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പാരമ്പര്യം എന്താണ്, വ്യതിയാനങ്ങൾ എന്താണ്, ഇത് രണ്ടും പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്ര ശാഖ കൂടിയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ് ജനിതക ശാസ്ത്രം കണ്ടുപിടിച്ചത്. 1822 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ഇതിനായിട്ട് തെരഞ്ഞെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
പൈസം സ്റ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള ഒരു തോട്ടപ്പയറിലെ 7 ജോഡി വിപരീത ഗുണങ്ങളുള്ള പാരമ്പര്യ പ്രേഷണം ആണ് അദ്ദേഹം അതിനായിട്ട് തിരഞ്ഞെടുത്തത്. ജനിതകശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പയറിന്റെ 7 ജോഡി വിപരീത ഗുണങ്ങൾ സ്വഭാവമുള്ള വിത്തിനങ്ങളും കാര്യങ്ങളും സ്വഭാവത്തെയാണ് അദ്ദേഹം ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. ഏതൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടികളുടെ ഉയരം ഒന്നാമതായിട്ട് പറയുന്ന 7 ജോഡി വിപരീത ഗുണങ്ങളിൽ ഒന്നാണ് ചെടികളുടെ ഉയരം, പൂവിന്റെ സ്ഥാനം, അതുപോലെ വിത്തിന്റെ ആകൃതി, വിത്തിന്റെ ആവരണത്തിന്റെ നിറം, ബീജപത്രത്തിന്റെ നിറം, ഫലത്തിന്റെ ആകൃതി, ഫലത്തിന്റെ നിറം. ഇത്രയും 7 ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ജനിതകശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് ആദ്യം ഒരു അടിത്തറയിട്ടത്. 1866 അദ്ദേഹം ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര ഗുണങ്ങളൊന്നും അതിൽ കിട്ടിയില്ല. മാത്രമല്ല, അദ്ദേഹം 1884 തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അന്തരിച്ചു. പിന്നീടാണ് ജനിതകശാസ്ത്രത്തിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് കൂടുതലും പ്രധാനമായിട്ട് ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തുടക്കം കുറിച്ചത് മെൻഡൽ ആണ് തുടക്കം കുറിച്ചത്. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ജനിതക ശാസ്ത്രത്തിന്റെ വളർച്ച ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ജനിതകശാസ്ത്രത്തിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് തോട്ടപ്പയറിന്റെ 7 ജോഡി വിപരീത ഗുണങ്ങളെയാണ് അദ്ദേഹം അടിസ്ഥാനമാക്കിയിട്ടാണ് ജനിതകശാസ്ത്രത്തിന് പരീക്ഷണം ചെയ്തത്. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്നത്. ജീനുകളും അലീലുകളും മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളാണ് എന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. പിൻകാലത്ത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമോസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തി. ഈ സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഇവയാണ് അലീലുകൾ. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകളാണ്. ഉദാഹരണത്തിന്, ഉയരം എന്ന സ്വഭാവത്തെ നിർണയിക്കുന്നത് ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ്. ടി, അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി എന്ന അലീൽ ഉയര കൂടുതലിനെയും സ്മോൾ ലെറ്റർ ടി എന്ന അലീൽ ഉയരക്കുറവിനെയും കാണിക്കുന്നു. എന്നാൽ ഒന്നാം തലമുറയിൽ പ്രകടമാകുന്ന ഗുണത്തെ നിർണയിക്കുന്ന അലീലിനെ ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിൽ പ്രകടമാകാത്ത ഗുണത്തെ നിർണയിക്കുന്ന അലീലിനെ ചെറിയ അക്ഷരത്തിലും സൂചിപ്പിക്കുന്നു. അതായത് അലീലുകൾ, ജീനുകളിൽ 2 തരം അലീലുകളുണ്ട്. ആ അലീലുകളുടെ ഉദാഹരണമായിട്ട് പറയുന്നതാണ് ഉയരം എന്ന സ്വഭാവത്തിൽ അലീലുകളായിട്ട്, അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്ത അലീലുകളായിട്ട് പറയുന്നത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ആണ്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എപ്പോഴും ഉയര കൂടുതലിനെയും സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് എപ്പോഴും ഉയരക്കുറവിനെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം, ഈ ഒരു കണ്ടുപിടുത്തത്തിനും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെല്ലാം തുടക്കം കുറിച്ചത് മെൻഡലിന്റെ അനുമാനങ്ങളിൽ നിന്നാണ് ഈ ഒരു പഠനത്തിലേക്കൊക്കെ എത്തിയത്. ക്രോമോസോമിൽ കാണുന്ന ചില ജീനുകളുടെ വ്യതിയാനത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണമാണ് ഉയരക്കൂടുതലുകളും ഉയരക്കുറവും അതൊക്കെ ഉണ്ടാവുന്നതെന്ന് പിന്നീട് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമായത് ഗ്രിഗർ മെൻഡലിന്റെ കണ്ടുപിടുത്തങ്ങളും അവരുടെ അനുമാനങ്ങളും ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും തമ്മിൽ ബീജസങ്കലനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ബീജകോശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ചെയ്യുമ്പോൾ
ഏത് തരത്തിലുള്ള ചെടികളാണ് ഉണ്ടാകുന്നത് എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം ചെയ്തു. അപ്പോൾ ആ പരീക്ഷണ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉയരം കൂടിയ, അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ലെറ്റർ ടിയും തമ്മിൽ എന്ത് ചെയ്തു, സങ്കരയിനം, അതായത് ബീജസങ്കലനം ചെയ്തപ്പോൾ സ്മോൾ ലെറ്റർ ടിയും ഉണ്ടായി. സ്മോൾ ലെറ്റർ ടിയും ക്യാപിറ്റൽ ടിയുമാണ് ഉണ്ടായത്. അപ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റർ ടിയും ക്യാപിറ്റൽ ടിയും, അതായത് ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ എപ്പോഴും ആ തലമുറയിൽപ്പെട്ട ചെടി എപ്പോഴും ഉയരം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴും അതിൽ, കാരണം അവിടെ പ്രകടമാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഉയരം കൂടുതലാണ്. പ്രകടമാകുന്ന ഗുണം എന്ന് പറയുന്നത്, അവിടെ പ്രകടമാകാത്ത ഗുണം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ടി ആണ്. അതിൻ്റെ ഗുണം അവിടെ കാണിക്കുന്നില്ല, അതിൻ്റെ ഉയരക്കുറവ് അവിടെ കാണിക്കുന്നില്ല. കാരണം ആ ചെടിക്കുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഉയരം കൂടുതൽ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നാം തലമുറയിൽപ്പെട്ട ചെടിയുടെ സവിശേഷത എന്ന് പറയുന്നത് അത് ഉയരം കൂടുതലുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ സങ്കര ഇനത്തിന്, വർഗസങ്കരത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രമേ പ്രകടമാകുന്നുള്ളൂ, മറ്റേത് മറഞ്ഞിരിക്കുകയും. ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ വിവിധ വിപരീത ഗുണങ്ങൾ, അതായത് ഒരു ചെടി എന്ന് പറയുന്നത് ഉയരം കൂടുതലും മറ്റേത് ഉയരം കുറവുമായിരുന്നു. ആ രണ്ട് ചെടികൾ തമ്മിൽ വർഗസങ്കരത്തിന് വിധേയമാക്കിയപ്പോൾ ഉണ്ടായ ചെടിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതെന്തായിരുന്നു, ഉയരം കൂടുതലുള്ള ചെടിയായിരുന്നു. അപ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകടമാകുന്ന ഗുണം ഉയരം കൂടുതലാണ്. പക്ഷെ രണ്ട് ചെടികൾ തമ്മിൽ, അതായത് ഉയരം കുറഞ്ഞ ചെടിയും അതിൽ ഉണ്ടായിരുന്നു വർഗസങ്കരത്തിന്. പക്ഷെ ആ ഗുണം എന്ത് ചെയ്യുന്നില്ല, ഈ ഒന്നാം തലമുറയിൽപ്പെട്ട ചെടിക്ക് കാണുന്നില്ല. ആ ഒരു ഗുണം ഉണ്ടായ ചെടിക്ക് ആ ഒരു ഗുണം കാണിക്കുന്നില്ല, അത് അവിടെ മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണം, അതായത് ടി, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിന് ഉയരം കൂടുതലാണ്. അപ്പം അത് ക്യാപിറ്റൽ ടി ആണ്. അപ്പം ആ ഗുണത്തെ പറയുന്നതാണ് എന്ത്, പ്രകട ഗുണം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അത് ഉയരക്കുറവ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്തായിരുന്നു, അത് ഗുപ്ത ഗുണമാണ്, അത് മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഗുപ്ത ഗുണം എന്നും പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് തരം, അതായത് രണ്ട് വിപരീത ഗുണങ്ങളുള്ള ചെടികളെ തമ്മിൽ വർഗസങ്കരത്തിന് ഇടയാക്കിയപ്പോൾ ഉണ്ടായത് എന്തായിരുന്നു, ഒരു ഒന്നാമത്തെ തലമുറയിൽ ഉണ്ടായ ചെടിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗുണം മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. ആ പ്രത്യക്ഷപ്പെടുന്ന ഗുണത്തെ പറയുന്ന പേരാണ് പ്രകട ഗുണമെന്നും മറഞ്ഞിരിക്കുന്ന ഗുണത്തെ പറയുന്നതാണ് ഗുപ്ത ഗുണമെന്നും. ഇനി ഒന്നാം തലമുറയിൽപ്പെട്ട സസ്യത്തിനെ തന്നെ സ്വപരാഗണത്തിന് വിധേയമാക്കി. അതായത് ഒന്നാം തലമുറയിൽപ്പെട്ട സസ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ടി ആണ്, അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അതിനെ തന്നെ എന്ത് ചെയ്തു, അവ രണ്ടും തമ്മിൽ എന്ത് ചെയ്തു, സ്വപരാഗണം വേണ്ടി നടത്തി. അപ്പോൾ ടിയും ക്യാപിറ്റൽ ടിയും കൂടെ ചേർന്നപ്പോൾ ടി, അതായത് രണ്ടും ക്യാപിറ്റൽ ടി കിട്ടി. അതുപോലെ തന്നെ ടിയും സ്മോൾ ടിയും ചേർന്നപ്പോൾ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കിട്ടി. അതുപോലെ ടിയും ക്യാപിറ്റൽ ടിയും ചേർന്നപ്പോൾ എന്ത് കിട്ടി, ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കിട്ടി. രണ്ട് സ്മോൾ ടി ചേർന്നപ്പോൾ രണ്ട് സ്മോൾ ടിയും കിട്ടി. അങ്ങനെ രണ്ടാമത്തെ തലമുറയിൽ 4 സസ്യങ്ങളെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ സസ്യത്തിൽ എന്തുണ്ട്, രണ്ടും ക്യാപിറ്റൽ ടി ആണ് കിട്ടുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉയരം കൂടിയതായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ചെടിയിൽ നമുക്ക് കിട്ടുന്നത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ എപ്പോഴും അത് കാണിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഉയരം കൂടുതൽ തന്നെയായിരിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു സസ്യവും എന്തായിരിക്കും, ഉയരം കൂടുതൽ തന്നെയായിരിക്കും. മൂന്നാമതായി നമുക്ക് കിട്ടുന്ന സസ്യം എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സസ്യത്തിൻ്റെ പ്രത്യേകത ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയുമാണ്.
അപ്പോൾ അതിലും എന്തുണ്ട്, ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് തന്നെ അതും കാണിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഉയരം കൂടുതൽ തന്നെയായിരിക്കും. നാലാമതായി നമുക്ക് കിട്ടുന്ന സസ്യം എന്ന് പറയുന്നത് രണ്ടും സ്മോൾ ടി ആണ്. അതുകൊണ്ട് തന്നെ അത് ഉയരം കുറവായിരിക്കും. കാരണം അതിൽ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ ടി ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഉയരം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന അനുപാതം എന്ന് പറയുന്നത് 3 ഉയരം കൂടുതലുള്ള ചെടിയും 1 ഉയരം കുറഞ്ഞ ചെടിയുമാണ്. അപ്പോൾ രണ്ടാമത്തെ തലമുറയിലേക്ക് എത്തുമ്പോഴേക്കും അതെന്തായി, 3:1 എന്ന അനുപാതത്തിലേക്ക് വന്നു. ആദ്യത്തെ ഒന്നാമത്തെ തലമുറയിൽ നമുക്ക് എന്തായിരുന്നു, ഉയരം കൂടിയ സസ്യത്തെ കിട്ടുകയും അത് രണ്ടും കൂടെ, അതായത് ആ ഉയരം കൂടിയ സസ്യത്തെ നമ്മൾ സ്വപരാഗണം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4 സസ്യങ്ങളെയാണ് നമുക്ക് കിട്ടിയത്. ആ 4 സസ്യങ്ങളിൽ 3 സസ്യങ്ങളും ഉയരം കൂടിയതായിരുന്നു. ഒരു സസ്യം മാത്രം എന്തായിരുന്നു, ഉയരം കുറഞ്ഞത്. അങ്ങനെ 3:1 എന്ന അനുപാതത്തിലാണ് നമുക്ക് രണ്ടാം തലമുറയിലെ സസ്യത്തെ കിട്ടുന്നത്. ഗ്രിഗർ മെൻഡലിന്റെ ചില അനുമാനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 ഘടകങ്ങൾ ചേർന്നതാണ്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വലിയ ടി, അതായത് ഉയരം കൂടുതലും ഉയരം കുറവും ഉള്ള ചെടികളെ വെച്ചിട്ടാണ് പരീക്ഷണം ചെയ്തത്. അപ്പോൾ ടി, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. പിന്നെന്താ പറയുന്നത്, ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം മാത്രമേ പ്രകടിപ്പിക്കുന്ന ഒരു സസ്യത്തെയാണ് നമുക്ക് കിട്ടിയത്. അതായത് ടി, ഉയരം കൂടുതലുള്ള സസ്യത്തെയാണ് നമുക്ക് കിട്ടിയത്. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. അതായത് രണ്ടാമത്തെ തലമുറയിൽ നമ്മൾ കണ്ടു ചെറിയ സസ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, പൊക്കം കുറഞ്ഞ ഉയരം കുറഞ്ഞ സസ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതായത് സ്മോൾ ടി. പിന്നെ രണ്ടാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം 3:1 ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഉയരം കൂടിയ ചെടികളും 1 ഉയരം കുറഞ്ഞ ചെടിയുമാണ് നമുക്ക് കിട്ടിയത് പരീക്ഷണം ചെയ്തപ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3:1 എന്ന അനുപാതത്തിലാണ് അതുള്ളത്. അപ്പം ഇതാണ്, ഇത്രയും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പരീക്ഷണങ്ങൾ പൂർത്തീകരിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു, 2 വിപരീത ഗുണങ്ങളുള്ള ചെടികളെ വെച്ചിട്ടാണ് മറ്റൊരു പരീക്ഷണം ചെയ്തത്. അതായത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള ചെടിയും എടുത്തു, അതുപോലെ തന്നെ ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തുള്ള 2 സസ്യത്തെ എടുത്തിട്ടാണ് പരീക്ഷണം ചെയ്തത്. അപ്പൊ അത് രണ്ടും ബീജസങ്കലനം നടന്നപ്പോൾ സംഭവിച്ചാൽ കിട്ടിയ ഒന്നാം തലമുറയിലത്തെ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള സസ്യത്തെയാണ് നമുക്ക് ഒന്നാം തലമുറയിൽ നമുക്ക് കിട്ടിയത്. അതായത് സ്മോൾ ടി, ആദ്യം ക്യാപിറ്റൽ ടി, സ്മോൾ ടി, പിന്നെ 6 ക്യാപിറ്റൽ 6 സ്മോൾ 6 എന്ന ഒരു ചെടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതിനർത്ഥം ഉയരം കൂടിയതും ഉരുണ്ടതുമായ വിത്തുള്ള ഒരു ചെടിയാണെന്നാണ് അതിനർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ ടി ഉണ്ടെങ്കിൽ അതെപ്പോഴും ഉയരം കൂടിയതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വിത്തിന്റെ കാര്യത്തിൽ ഉരുണ്ട വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ 6 ആണ് എടുക്കുന്നത്, ചുളുങ്ങിയ വിത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ 6 ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒന്നാം തലമുറയിൽ ഉണ്ടായതിൽ ക്യാപിറ്റൽ 6 ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ആ ചെടി എപ്പോഴും ഉരുണ്ട ചെടി വിത്തുള്ള ചെടിയായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ആ ഒരു ചെടി എന്ന് പറയുന്നത് ഒന്നാം തലമുറയിലത്തെ ചെടി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള ചെടിയുമാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും അതിനെന്ത് ചെയ്തു, സ്വപരാഗണം ചെയ്തു. ഒന്നാം തലമുറയിലെ സസ്യത്തിന് എന്ത് ചെയ്തു, സ്വപരാഗണത്തിന് വിധേയമാക്കി എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു, സ്വപരാഗണത്തിന് അതിന് വിധേയമാക്കി. അപ്പൊ കിട്ടിയതായിരുന്നു എന്ത്, T6. ടി
ക്യാപിറ്റൽ ടി ആറും കൂടെ സ്വപരാഗണം ചെയ്തപ്പോൾ കിട്ടിയതായിരുന്നു TTRR എന്നത്. TTR അതായത് മുഴുവനും ക്യാപിറ്റൽ, അത് ഉയരം കൂടിയതായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് എന്താണ്, ടി ആറും ക്യാപിറ്റൽ TR കൂടെ ചെയ്തപ്പോൾ കിട്ടിയതായിരുന്നു TTRR എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഓരോന്നും കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, മുഴുവനായിട്ടും ഓരോന്നും സ്വപരാഗണം ചെയ്ത് നമുക്ക് കിട്ടേണ്ട ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്ത് കിട്ടിയപ്പോൾ നമുക്ക് എന്തായിരുന്നു 9:3:3:1 എന്ന നിലയിലായിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് TR എന്ന് പറയുന്നത് എപ്പോഴും TR ഞാൻ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ ടിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആറോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും എന്താണ്, ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള സസ്യമായിരിക്കും. അങ്ങനെ നമുക്ക് 9 സസ്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രല്ല ക്യാപിറ്റൽ ടിയും സ്മോൾ ആറുമുള്ള സസ്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സ്വപരാഗണം ചെയ്ത് 3 സസ്യങ്ങളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 സസ്യങ്ങളാണ് കിട്ടിയത്. മാത്രമല്ല സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും കിട്ടിയത് 3 സസ്യങ്ങളെയാണ്. ആകെ 1 മാത്രമേ TTRR, മൊത്തം സ്മോൾ ആയിട്ട് ഒരു ചെടിയെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 9:3:3:1 എന്ന രീതിയിലാണ് അതിന്റെ അനുപാതം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ സ്വപരാഗണം ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ ഒരു നിഗമനം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് DNA കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പരീക്ഷണങ്ങളിലൂടെ നമുക്ക് സസ്യങ്ങളിൽ നടത്തി. ഇനി നമുക്ക് പറയാനുള്ളത് മനുഷ്യനിലെ DNA കുറിച്ചിട്ടും അതിന്റെ ഘടനയെ കുറിച്ചിട്ടും, എന്താണ് RNA, അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള, അത് നമ്മുടെ പാരമ്പര്യത്തിലും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാനുള്ളത്. അപ്പോ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് കാരണമെന്ന് ഗ്രിഗർ മെൻഡൽ വിശേഷിപ്പിച്ച ഘടകങ്ങളുടെ യഥാർത്ഥ രൂപമോ സവിശേഷതയോ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ വരെ കണ്ടെത്താനായിരുന്നില്ല. അപ്പോ നമ്മൾ പറഞ്ഞു പാരമ്പര്യ സ്വഭാവത്തിന്റെ എന്താണ് അതിന്റെ ശരിക്കുള്ളൊരു കാരണം എന്ന് നമുക്ക് ഇതുവരെ 20-ാം നൂറ്റാണ്ട് വരെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ശരിക്കുള്ളൊരു കാരണം നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു നിഗമനത്തിൽ എത്തി എന്നല്ലാതെ നമുക്കതിന് കൃത്യമായ ഒരു ആൻസർ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് നടന്ന പഠനങ്ങളുടെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേഷണത്തിന് ന്യൂക്ലിക് ആസിഡായ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് തന്മാത്രയ്ക്കുള്ള പ്രാധാന്യം ബോധ്യപ്പെടുകയും ഘടകങ്ങൾ എന്ന് മെൻഡൽ വിശേഷിപ്പിച്ച പാരമ്പര്യവാഹകർ DNA ജീനുകൾ എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതായത് പിന്നീട് അങ്ങോട്ടാണ് എന്ത് മനസ്സിലായത്, പാരമ്പര്യ സ്വഭാവത്തിന് ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്നത് എന്താണ്, DNA ഉള്ളിലെ ജീനുകളാണ് അതിന് ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത് എന്ന് പിന്നീടാണ് കണ്ടെത്തിയത്. അപ്പൊ DNA ഒരു മനുഷ്യനിലെ സ്വഭാവ സവിശേഷതകളെ അടുത്ത ഒരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് പിന്നീടാണ് കണ്ടെത്തിയത്. ക്രോമോസോമുകളിലെ DNAയുടെ ഘടനയെ സംബന്ധിച്ച കണ്ടെത്തലുകളാണ് പിൻകാല ജനിതക ശാസ്ത്ര ഗവേഷണത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായത്. തന്മാത്ര ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രരേഖ ഇന്ന് ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണ മേഖലയാണ്. ഇപ്പോൾ ക്രോമോസോമുകളിലെ DNA ഒരു ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, അതിനെ സംബന്ധിക്കുന്ന കണ്ടെത്തലുകളാണ് എന്ത് ചെയ്തത് പിൻകാലത്ത് ജനിതക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു കുതിച്ചുകയറ്റം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്മാത്ര ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രരേഖ ഇന്ന് ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ആദ്യം എന്ന് പറയുന്നത് ഒരു
ജസ്റ്റ് ഒരു പരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാരമ്പര്യ സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നല്ലാതെ എന്താണ് അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിന് DNA ആണ് കാരണം. DNA ഉള്ളിലെ ജീനുകളാണ് നമ്മുടെ പാരമ്പര്യ സ്വഭാവത്തെ കൂടുതലായിട്ടും പുറത്തേക്ക് കാണിക്കുന്നത് എന്ന് പിന്നീട് കണ്ടെത്തുകയുമാണ് ചെയ്തത്. അപ്പൊ ഇതാണ് പറയുന്നത്. ഇനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ DNA ശരിക്കുള്ള ഒരു രൂപവും ഘടനയും എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്ന ശാസ്ത്രജ്ഞർ 1953 DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചു. അതായത് എന്താണ് പറയുന്നത്, DNA കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ DNA ഒരു മാതൃക ഇതാണ് എന്ന് കണ്ടുപിടിച്ച് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറഞ്ഞ 2 ശാസ്ത്രജ്ഞരാണ് ഇതിന്റെ ഒരു മാതൃക 1953 അവതരിപ്പിച്ചത്. അപ്പോ അവർക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ചുറ്റുകോവണി മാതൃക പ്രകാരം DNA തന്മാത്ര 2 ഇഴകൾ ചേർന്ന് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന 2 നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുള്ള ഘടനയാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പോ ഈ DNA എന്താണ് പടികളായിട്ട് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു 2 ഇഴകളായിട്ടാണ് കാണപ്പെടുന്നത്, നെടിയ ഇഴകളായിട്ടാണ് കാണപ്പെടുന്നത്. മാത്രല്ല നമ്മൾ സ്റ്റെപ്പ് പോലെ എന്താണ് പടികളും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ അതിൽ എന്തൊക്കെയുണ്ട്, പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നതാണ് ഈ നെടിയ ഇഴകൾ എന്ന് പറയുന്നത്. ഇഴകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ കാണാം നമുക്ക് നെടിയ ഇഴകൾ എന്താണ്, ആ 2 ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നാണ് ഈ ഇഴകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രല്ല നൈട്രജൻ ബേസുകൾ ചേർന്നതാണ് പടികൾ. നേരത്തെ കാണിച്ച ഈ പടികൾ എന്ന് പറയുന്നത് എന്താണ്, നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു DNA ഘടന എന്ന് പറയുന്നത്. ചുറ്റുകോവണി പോലെയാണ് അതിന്റെ മാതൃക എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി DNA കുറച്ച് മറ്റു കാര്യങ്ങൾ, അതായത് ഫോസ്ഫേറ്റ്, അതിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. DNA തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ആണ് ന്യൂക്ലിയോടൈഡുകൾ എന്നുള്ളത്. അതായത് DNA തന്മാത്ര ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകൾ എന്ന ഒരു യൂണിറ്റ് ചേർന്നിട്ട്, ആ യൂണിറ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും കൂടെ ചേർന്നാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ DNA ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത്. DNA പഞ്ചസാര എന്ന് പറയുന്നത് ഡിയോക്സി പഞ്ചസാരയാണ് ഉള്ളത്. ഡിയോക്സി റൈബോസ് എന്ന പഞ്ചസാരയാണ് ഉള്ളത്. മാത്രമല്ല നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. നൈട്രജൻ ഉണ്ടാവും, അതിനൊരു ക്ഷാര സ്വഭാവമുള്ള ഒരു സ്വഭാവമാണ് നൈട്രജൻ ബേസുകൾക്കുള്ളത്. മാത്രമല്ല അതിൽ വേറെ എന്തൊക്കെയുണ്ട്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നീ 4 തരം നൈട്രജൻ ബേസുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഈ 4 ഉള്ളത് കൊണ്ടാണ് DNA 4 തരം ന്യൂക്ലിയോടൈഡുകളും ഉണ്ട്. ഈ 4 എണ്ണം കൂടിയാണ് 4 എണ്ണത്തിനും 4 തരം ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്. DNA നിർമ്മാണ ഘടകങ്ങളായ നൈട്രജൻ ബേസുകൾ സവിശേഷ പ്രാധാന്യമുള്ള തന്മാത്രകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തന്മാത്രയാണ് നൈട്രജൻ ബേസുകൾ. കാരണം DNA നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. DNA അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിസുമായും മാത്രമേ ജോഡി ചേരാറുള്ളൂ. അതായത് DNA ഞാൻ പറഞ്ഞു അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. അപ്പോൾ അഡിനിനും തൈമിനുമായി ചേരും, അതുപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിസുമായിട്ടാണ് ചേരുന്നത്.
ഇവർ രണ്ടുപേരും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജോഡികളായിട്ട് മാറാറുള്ളൂ. അപ്പോൾ ഒരു DNA ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലെങ്കിൽ നിർമ്മാണ ഘടകമാണ് എന്ത്, നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അഡിനിനും തൈമിനുമായി ചേരും, അതുപോലെ ഗ്വാനിനും സൈറ്റോസിസുമായിട്ടാണ് ചേരുന്നത്. മാത്രമല്ല DNA ഡിയോക്സി റൈബോസ് എന്ന് പറഞ്ഞ പഞ്ചസാരയാണ് ഉള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് DNA ഒരു എന്താ പറയുക ഘടനയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ചെറിയ തുടക്കത്തിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് DNA മാതൃക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്ന് പറയുന്നത്. DNA ഘടന തിരിച്ചറിയാനുള്ള ഗവേഷണം നടത്തുകയായിരുന്ന റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രത്തെ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ചെടുത്ത DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം കാണാനിടയായതിൽ നിന്നാണ് ജീവന്റെ തന്മാത്ര എന്നറിയപ്പെടുന്ന DNA തന്മാത്ര ഘടന അനാവരണം ചെയ്യാൻ വാട്സനും ക്രിക്കിനും കഴിഞ്ഞത്. ഈ ചിത്രത്തിന്റെ അടിസ്ഥാനമാക്കി തങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ പല സാധനങ്ങളും ഉപയോഗിച്ച് മാതൃകകൾ നിർമ്മിച്ചു നോക്കിയാണ് വാട്സനും ക്രിക്കും DNA ചുറ്റുകോവണി മാതൃക സാധ്യത ഉറപ്പാക്കിയത്. അതായത് ശരിക്കും അദ്ദേഹത്തിന്റെ, അതായത് അതിലേക്ക് തുടക്കം കുറിച്ചത് ആരായിരുന്നു, റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞയായിരുന്നു ശരിക്കും അതിലേക്കൊരു ചെറിയൊരു തുടക്കം കുറിച്ചത്. അപ്പൊ അദ്ദേഹം എടുത്ത ഒരു എക്സ്റേ DNA ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ആയിരുന്നു എന്ത്, ശരിക്കും അതിന്റെ ചുറ്റുകോവണി മാതൃക ഉണ്ടാക്കാൻ വേണ്ടി വാട്സനെയും ക്രിക്കിനെയും പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹമായിരുന്നു, റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ ആയിരുന്നു ഇതിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. പിന്നീട് അത് ആര് പ്രാവർത്തികമാക്കി, വാട്സനും ക്രിക്കും കൂടെ എന്ത് ചെയ്തു, അത് ചുറ്റുകോവണി മാതൃക ഉണ്ടാക്കി ലോകത്തിനു മുമ്പിലേക്ക് അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി DNA പോലെ തന്നെ പ്രധാനമുള്ള മറ്റൊരു സംഭവമാണ് RNA. അപ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത്. ഇപ്പൊ DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA പ്രത്യേകത എന്ന് പറയുന്നത് RNA ന്യൂക്ലിയോ ടൈഡുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെന്താണ്, RNA കാണപ്പെടുന്നത് എന്താണ്, റൈബോസ് പഞ്ചസാരയാണ് RNA കാണപ്പെടുന്നത്. പക്ഷെ മാത്രമല്ല എന്താണ്, തൈമിന് പകരം അവിടെ ഉള്ളത് എന്താണ്, യുറാസിൻ എന്ന് പറഞ്ഞ സംഭവമാണ് തൈമിന് പകരമായിട്ട് അവിടെ ഉള്ളത്. നൈട്രജൻ, അതായത് തൈമിന് പകരം ഉള്ള നൈട്രജൻ ബേസാണ് എന്ത്, യുറാസിൻ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസാണ് RNA ഉള്ളത്. ഭൂരിഭാഗം RNAകളും ഒരു ഇര മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. ഒരു ഇര മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അവിടെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഇതാണ് RNA പ്രത്യേകത എന്ന് പറയുന്നത്. താഴൊരു പട്ടിക തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് DNA RNA തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇരകളുടെ കാര്യത്തില് DNA 2 ഇരകളുണ്ട്, RNA 1 മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയുടെ തരം എന്ന് പറയുന്നത് എന്താണ്, അതില് DNA ഡിയോക്സി റൈബോസ് എന്ന് പറഞ്ഞ പഞ്ചസാരയാണ് ഉള്ളത്. RNA റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത്. മാത്രമല്ല നൈട്രജൻ ബേസുകള് DNA ഉള്ളത് ഏതൊക്കെയാണ്, ഒന്ന് അഡിനിൻ, ഗ്വാനിൻ, തൈമസ്, പിന്നെ സൈറ്റോസിസ്. ഇങ്ങനെയാണ് DNA ഉള്ളത്. അപ്പൊ RNA ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, എന്ത്, അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, തൈമിന് പകരം എന്താണ് അവിടെ ഉള്ളത്, യുറാസിനാണ് അവിടെ ഉള്ളത്, പിന്നെ സൈറ്റോസിസും. അങ്ങനെ 4 തരം നൈട്രജൻ ബേസുകളും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ RNAയും DNAയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ജീനുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നതിനും നിശ്ചിത പ്രോട്ടീനുകളുടെ പ്രവർത്തനത്താലാണ്.
അതായത് നമ്മുടെ ഈ സ്വഭാവ സവിശേഷതകളൊക്കെ നിയന്ത്രിക്കുന്നതും എല്ലാത്തിനും കാരണം എന്താണ്, നമ്മുടെ ഉള്ളിലെ ഒരു പ്രോട്ടീന്റെ ഒരു പ്രവർത്തനം മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ വിവരങ്ങൾ ജീനുകളിലാണ് അടങ്ങിയിരിക്കുന്നത്. ഈ പ്രോട്ടീന്റെ വിവരങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ്, ജീനുകളിലാണ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഈ ജീനുകൾ എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാണ്, ഒരു DNA ഭാഗമാണ് എന്ത്, ഈ ജീനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ജീനുകൾ എങ്ങനെയാണ് DNA പ്രവർത്തിക്കുന്നത്, DNA അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അപ്പൊ DNA എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പ്രോട്ടീൻ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കാളിയാവുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്, DNA അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് RNA സഹായത്താലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DNA പോലെ തന്നെ എന്താണ് RNA ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് ആ പ്രധാനപ്പെട്ട ഘടകത്തിന് കാരണം. DNA എന്ത് ചെയ്യുന്നില്ല, പ്രോട്ടീൻ പ്രവർത്തനത്തിന് നേരിട്ട് പങ്കാളിയാവുന്നില്ല. അത് RNA സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ DNA സന്ദേശം പകർത്തിയ RNA ആണ് റൈബോസോമുകളിൽ എത്തി പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ DNA എന്ത് ചെയ്യും, സന്ദേശങ്ങൾ ഉണ്ടാക്കും, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, കൈമാറ്റം ചെയ്യുന്നില്ല. കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് RNA ആണ് അത് റൈബോസോമുകളിലേക്ക് എത്തിച്ച് എന്ത് ചെയ്യുന്നത്, പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്, DNA സന്ദേശവാഹകരായതിനാൽ ഈ RNA mRNA അഥവാ മെസ്സഞ്ചർ RNA എന്നും വിളിക്കുന്നു. അപ്പോ DNA ഉണ്ടാക്കിയ ഒരു സന്ദേശം കൈമാറ്റം ചെയ്യുന്നത് എന്ത് വഴിയാണ്, RNA വഴിയാണ്. അപ്പൊ അതിനെ എന്ത് വിളിക്കുന്നുണ്ട് നമ്മൾ, mRNA അഥവാ മെസ്സഞ്ചർ RNA എന്നും വിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. mRNA കൂടാതെ അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്ഫർ RNAകളും റൈബോസോമുകളിൽ ഭാഗമായി കാണപ്പെടുന്നു. അതായത് അമിനോ ആസിഡുകൾ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്ഫർ RNAകൾ, അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്ന RNAകൾ അതും കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ്, ഇവയുടെ ഒക്കെ കൂട്ടായ്മയാണ് എന്തു പറയുന്നത്, പ്രോട്ടീൻ തന്മാത്രകളുടെ ഒരു രൂപീകരണത്തിന് കാരണമാവുന്നത്. ഇപ്പൊ DNA വെച്ച് സന്ദേശങ്ങൾ രൂപീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ സന്ദേശങ്ങൾ പകർത്തുകയും അത് കൈമാറ്റം ചെയ്യുകയും അത് പ്രോട്ടീന്റെ നിർമ്മാണത്തിന് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്, RNA ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RNA എന്താണ്, DNA പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് RNAയും എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. DNA എന്ത് ചെയ്യുന്നില്ല, പ്രോട്ടീൻ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കാളികളാവുന്നില്ല. പക്ഷെ എന്താണ്, ഈ DNA വെച്ചിട്ടാണ് ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന്റെ സന്ദേശങ്ങൾ ഉണ്ടാക്കുന്നത്, DNA വെച്ചിട്ടാണ്. ആ DNA നിന്നും ആരെന്ത് ചെയ്യുന്നു, RNA അത് പകർത്തിയെടുത്ത് എന്ത് ചെയ്യും, റൈബോസോമുകളിൽ എത്തിച്ച് അവിടെ വെച്ച് പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് സന്ദേശങ്ങൾ പകർത്തുന്നതുകൊണ്ടാണ് ഈ RNA എന്തു പറയുന്നത്, മെസ്സഞ്ചർ RNA അഥവാ mRNA എന്ന് പറയുന്നത്. മാത്രമല്ല മെസ്സഞ്ചർ RNA മാത്രമല്ല അവിടെ ഉള്ളത് അമിനോ ആസിഡുകൾ, അതുപോലെ ട്രാൻസ്ഫർ RNA, ഇവരൊക്കെ എന്താണ് അവിടെ ആ ഒരു റൈബോസോമിന്റെ ഭാഗങ്ങളായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ കൂട്ടായ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് അവിടെ പ്രോട്ടീൻ തന്മാത്രകൾ രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എല്ലാ പ്രവർത്തനങ്ങളും, ഉപാപചയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുന്നതും ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ പ്രോട്ടീൻ അവിടെ രൂപപ്പെടണം, എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഇതാണ് ജീനുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് മനുഷ്യരിലെ ക്രോമോസോമുകളുടെ എണ്ണവും അതിന്റെ ഘടനയും കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ ക്രോമോസോമുകളിലാണ് DNA ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിൽ ആകെ ഒട്ടാകെ ഉള്ളത് 46 ക്രോമോസോമുകളാണ് ഉള്ളത്. അപ്പൊ അതിൽ 44 എണ്ണവും എന്താണ്,
സ്വരൂപ ജോഡികളാണ്. 44 സ്വരൂപ ജോഡികളാണെന്നാണ് പറയുന്നത്. അതിൽ 2 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലിംഗനിർണയ ക്രോമോസോമുകൾ എന്നറിയപ്പെടുന്നുള്ളൂ. അതായത് മനുഷ്യരിൽ 46 ക്രോമോസോമുകളുണ്ട്. ഇവയിൽ 44 സ്വരൂപ ക്രോമോസോമുകളും 2 ലിംഗനിർണയ ക്രോമോസോമുകളുമാണ്. ഒരേപോലെയുള്ള 2 ക്രോമോസോമുകൾ ചേർന്നാണ് സ്വരൂപ ജോഡി ക്രോമോസോമുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, 22 ജോഡി സ്വരൂപ ക്രോമോസോമുകൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനുഷ്യനിലുണ്ട്. 22 ജോഡി. അതായത് ഒരേപോലെയുള്ള ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്വരൂപ ക്രോമോസോം എന്ന് പറയുന്നു. സ്വരൂപ ജോഡി ക്രോമോസോം എന്ന് പറയുന്നു. ഒരേപോലെ കാണാൻ ഒരുപോലെ തന്നെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, സ്വരൂപ ജോഡി ക്രോമോസോം എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ 22 ജോഡിയാണ് നമ്മുടെ സ്വരൂപ ക്രോമോസോമുകൾ എന്ന് പറയുന്നത് ആയിട്ടുള്ളത്. ബാക്കി 2 എന്ന് പറഞ്ഞാൽ ലിംഗനിർണയ ക്രോമോസോമുകളാണ്. ഇപ്പൊ ഈ ലിംഗനിർണയം തന്നെ എന്തുണ്ട്, 2 തരത്തിലുണ്ട്. ഒന്ന് എക്സ് ക്രോമോസോമും ഉണ്ട്, ഒന്ന് വൈ ക്രോമോസോമും ഉണ്ട്. അത് സ്ത്രീകളിലാണെങ്കിൽ എന്താണ്, എക്സ് ക്രോമോസോമുകളും പുരുഷന്മാരിൽ എക്സ് ക്രോമോസോമും വൈ ക്രോമോസോമും 2 കാണപ്പെടുന്നുണ്ട് പുരുഷനില്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ക്രോമോസോം ഘടന എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, 44+XX. കാരണം അവരിൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് ക്രോമോസോമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പുരുഷന്മാരിലാണെങ്കിൽ എന്തായിരിക്കും, 44+XY ക്രോമോസോമുകളും കാണപ്പെടുന്നുണ്ട്. എക്സും കാണപ്പെടുന്നുണ്ട്, വൈയും കാണുന്നുണ്ട്. പക്ഷെ സ്ത്രീകളിൽ എന്താണ്, എക്സ് ക്രോമോസോമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വൈ ഇല്ല സ്ത്രീകളിൽ. അപ്പൊ ഇതാണ് മനുഷ്യരുടെ ക്രോമോസോമുകളുടെ എണ്ണവും അതിന്റെ ഘടനയും എന്ന് പറയുന്നത്. ഇനി പറയുന്നത് വ്യതിയാനത്തിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ ക്രോമോസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് പറയുന്നത് ഒരു ഘട്ടമാണ്. അപ്പൊ ആ ഘട്ടത്തിലാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പാരമ്പര്യവും വ്യതിയാനവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പാരമ്പര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ അച്ഛനമ്മേന്റെ സ്വഭാവങ്ങൾ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. വ്യതിയാനം എന്ന് പറയുന്നത് എന്താണ്, അതായത് ചിലപ്പോൾ അച്ഛനമ്മയ്ക്ക് ഇല്ലാത്തൊരു സ്വഭാവം ചിലപ്പോൾ മക്കളിൽ കാണപ്പെടാറുണ്ട്. അതിനെയാണ് വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വ്യതിയാനത്തിന് കാരണം എന്നാണ് നമ്മളിപ്പം നോക്കുന്നത്. അപ്പൊ ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രോമോസോമുകൾ ജോഡി ചേർന്ന് ക്രോമോസോമിന്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ ആദ്യം എന്താണ്, ക്രോമോസോമുകള് ആ ഒരു ഘട്ടമാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്രോമോസോമുകളുടെ ജോഡികൾ എന്ത് ചെയ്യും, പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്. ഈ പ്രവർത്തനമാണ് ക്രോമോസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തും എന്ത് ചെയ്യും, ക്രോമോസോമുകൾ പരസ്പരം എന്ത് ചെയ്യും, ജോഡി ചേർന്ന് എന്ത് ചെയ്യും, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അതിന് ക്രോമോസോമിന്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ക്രോമോസോമിന്റെ മുറിഞ്ഞു മാറൽ എന്ന് പറയുന്നത്. തൽഫലമായി ഒരു DNA ഒരു ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗമാകുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു ക്രോമോസോമിലാണ് DNA ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ഈ ക്രോമോസോം മുറിഞ്ഞു മാറുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ ഉള്ളിലെ DNA എന്ത് ചെയ്യും, മുറിയാൻ തുടങ്ങും. അപ്പൊ ആ DNA എന്ത് ചെയ്യും, മുറിഞ്ഞു പോകുമ്പോൾ ഒരു DNA ഭാഗം മറ്റൊരു DNA ഭാഗത്തിലേക്കായിരിക്കും പോവുക. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എന്താണ്, ആ ഒരു ഭാഗം എന്ത് ചെയ്യും, മറ്റൊരു ഭാഗത്തിലേക്ക് പോകും, മറ്റേ ഭാഗം എന്ത് ചെയ്യും, വേറൊരു ഭാഗത്തിലേക്ക് പോയിട്ട് ചേരും. അപ്പൊ എന്താവും, രണ്ടും തമ്മിൽ വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ DNA എന്ത് ചെയ്യും, ഒരു DNA ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗത്തിലേക്ക് ചേരും. ഈ ജീനുകളുടെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഈ ക്രോമോസോമുകൾ അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് ലഭിക്കുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നു. അതാണ് ഈ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുന്നത്. അതായത്
ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവേ അല്ലാത്ത ചില കുട്ടികളുണ്ടാവും. ഇതാണ് അതിന് കാരണം എന്നാണ് പറയുന്നത്. കാരണം ക്രോമോസോമുകൾ മുറിഞ്ഞു പോകുമ്പോൾ അതിനുള്ള DNA എന്ത് ചെയ്യും, ആ ഒരു DNA സ്വഭാവമായിരിക്കൂല മറ്റേ DNA കിട്ടുക. കാരണം രണ്ടും വേറെ വ്യത്യസ്ത തരം DNA കൂടിച്ചേരുന്നത്. അപ്പൊ എന്താവും, വ്യത്യസ്ത തരം ഗുണങ്ങളായിരിക്കും അടുത്ത തലമുറയ്ക്ക് കിട്ടുക. അച്ഛൻ്റെ അമ്മേൻ്റെയും അല്ലാത്ത രീതിയിലായിരിക്കും എന്ത് ചെയ്യുക കുട്ടികൾക്ക് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ചില കുട്ടികൾക്ക് ഒട്ടും ചിലപ്പോൾ അച്ഛനമ്മക്കും ഇല്ലാത്ത ചില കഴിവുകൾ ഉണ്ടാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവങ്ങളും ഉണ്ടാവാം. അതുകൊണ്ടാണ് വ്യത്യസ്ത സ്വഭാവം പ്രകടിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. ഇപ്പൊ മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി കാണാം, ഈ ക്രോമോസോമിന്റെ ഈ പച്ച ഭാഗം ഇപ്പുറത്തെ ഭാഗത്തിലേക്ക് വന്നിട്ടും ഇതിന്റെ മഞ്ഞ ഭാഗം ഇപ്പുറത്തെ ഭാഗത്തിലേക്ക് വന്നിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവങ്ങളാണ് ഇതിൽ കാണുന്നത് സംഭവം. ഒന്നാമത്തെ ഘട്ടത്തില് മഞ്ഞ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മഞ്ഞ മുഴുവനായിട്ട് ഒരു ഭാഗത്തും പച്ച മുഴുവനായിട്ട് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അത് വരുമ്പോൾ എന്ത് ചെയ്തു, ക്രോമോസോം ഇപ്പുറത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഒരു ഭാഗം മഞ്ഞ ഭാഗം ഇപ്പുറത്തെ പച്ച ഭാഗത്തിലേക്ക് വരികയും ഈ പച്ച ഭാഗം എന്ത് ചെയ്തു മഞ്ഞ ഭാഗത്തിലേക്ക് വരികയും ചെയ്തു. മൂന്നാമത്തെ ഘട്ടം ആകുമ്പോഴേക്കും അത് എന്ത് സംഭവിച്ചു, രണ്ടും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, രണ്ടും ഒരു സ്ഥലത്ത് പച്ച ഭാഗം ഒരു പകുതി ഭാഗം പച്ചയും പകുതി ഭാഗം മഞ്ഞുമായി. അപ്പൊ അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, DNA തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു. അപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായൊരു ഗുണമായിരിക്കും ഉണ്ടാവുക. അച്ഛമ്മയ്ക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്ത ഗുണങ്ങൾ എന്തെങ്കിലും പ്രകടമാക്കും ആ കുട്ടികളെ. അപ്പൊ അതാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാറുണ്ട്, നമ്മൾ പറയാറുണ്ട് എന്തേ ജനിതക രോഗങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചില രോഗങ്ങൾ കുട്ടിക്കാലം മുതലേ ചില കുട്ടികൾക്ക് ഉണ്ടാവുന്ന രോഗങ്ങളുണ്ട്. അപ്പം DNA പ്രശ്നങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, ഏത് തരം ക്രോമോസോമുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ചില രോഗങ്ങൾ ജനിതകപരമായ കാരണങ്ങളുണ്ട്. ഉദാഹരണമായി മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്കും ക്രോമോസോം നമ്പർ 14 ജീനിന്റെ തകരാറ് അൽഷിമേഴ്സ് രോഗത്തിനും കാരണമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 9 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നതാണത്രേ. അതായത് ചില ഈ സിക്കിൾ സെൽ അനീമിയ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്താണ്, ഈ ഓരോ ക്രോമോസോമിനും ഓരോ നമ്പർ ഉണ്ട്. ആ നമ്പറിലുള്ള ആ ക്രോമോസോമിനുള്ള ജീനിന്റെ തകരാറ് മൂലമായിരിക്കും അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വേറെ പല രോഗങ്ങൾ ഇതുപോലെ അൽഷിമേഴ്സ്, പിന്നെ ക്യാൻസർ, ത്വക്ക് ക്യാൻസർ, ഇതുപോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു തകരാറ്, അതായത് ക്രോമോസോമിലുള്ള തകരാറ് മൂലമാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഇനി ബീജ സംയോഗം നടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ക്രോമോസോമിന് സംഭവിക്കുന്നത്. അപ്പോൾ ബീജ സംയോഗം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ ക്രോമോസോമുകൾ ബീജകോശങ്ങളിലൂടെ സന്താനങ്ങളിൽ എത്തുന്നു. ബീജകോശങ്ങൾ സംയോജിക്കുമ്പോൾ അലീൽ ചേർച്ചൽ വ്യത്യാസം ഉണ്ടാകുന്നു. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അടുത്ത തലമുറയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ബീജ സംയോഗം കാരണമാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീജ സംയോഗങ്ങളും എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള ചിലപ്പോൾ അച്ഛനമ്മയ്ക്ക് ഇല്ലാത്തൊരു സ്വഭാവം മക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ മാതാപിതാക്കളുടെ ക്രോമോസോമുകൾ എന്ത് ചെയ്യും, പരസ്പരം ബീജകോശങ്ങളിലൂടെ എന്ത് ചെയ്യും, സന്താനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ബീജകോശങ്ങൾ സംയോജിക്കുമ്പോൾ അലീൽ ചേർച്ചൽ വ്യത്യാസം ഉണ്ടാകുന്നു. അത് എന്ത് ചെയ്യുന്നു, ആ വ്യത്യാസം എന്ത് ചെയ്തു, മറ്റ് മാതാപിതാക്കളിൽ നിന്നും എന്ത് ചെയ്യും, വ്യത്യസ്തമായ സ്വഭാവം എന്ത് ചെയ്യും, സന്താനങ്ങളിൽ പ്രകടമാക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ അവിടെയും എന്ത് വ്യതിയാനം എന്നൊരു സാധ്യതയ്ക്ക് ബീജ സംയോഗം കാരണമാകുന്നു എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അത്രയും ഒരു ചെറിയൊരു കാര്യമേ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ വ്യതിയാനത്തിന് ഇതും ബീജ സംയോഗവും പിന്നെ അതുപോലെ തന്നെ ക്രോമോസോമുകളുടെ മുറിഞ്ഞു മാറൽ, ഇതൊക്കെ ഈ രണ്ടും എന്താണ് വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഉൽപരിവർത്തനം എന്നാൽ എന്തെന്നാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. ഉൽപരിവർത്തനം ഇതുപോലെ തന്നെ എന്താണ് ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുന്നതുമായ മാറ്റത്തെയാണ് എന്ത് പറയുന്നത് ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ DNA അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് DNA ഇരട്ടിക്കൽ മൂലം ഉണ്ടാകുന്ന തകരാറുകള്, അതുപോലെ പ്രത്യേക രാസവസ്തുക്കള്, വികിരണങ്ങള് തുടങ്ങിയവയാണ് ഉൽപരിവർത്തനം കാരണമാകുന്നത്. ഉൽപരിവർത്തനങ്ങൾ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുകയും ഈ ജീനുകൾ അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യും മാറ്റപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഒരു സ്വഭാവ സവിശേഷതകൾ, അതായത് പ്രത്യേകം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യതിയാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഉൽപരിവർത്തനം എന്ന് പറഞ്ഞത്. അപ്പോൾ 3 തരം കാരണങ്ങളാണ്. ഒന്ന് ക്രോമോസോമുകളുടെ മുറിഞ്ഞു മാറൽ, പിന്നെ ബീജ സംയോഗം, ഉൽപരിവർത്തനം. ഈ 3 കാരണങ്ങളാണ് വ്യതിയാനങ്ങൾക്ക് കാരണം. അതായത് അച്ഛനമ്മയേക്കാൾ അല്ലെങ്കിൽ അച്ഛനമ്മയുടെ സ്വഭാവമായിട്ട് കുട്ടികൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. അച്ഛനമ്മേന്റെ സ്വഭാവത്തെക്കാളും എന്തെങ്കിലും ഒരു സ്വഭാവം എക്സ്ട്രാ, അവരുടെ സ്വഭാവത്തിനേക്കാളും കൂടുതൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു സ്വഭാവം കുട്ടികളിൽ കാണപ്പെടുന്നതിന്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞ കാരണങ്ങൾ. ഉൽപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റവും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. ഈ ഉൽപരിവർത്തന കാരണം എന്താണ്? ഒന്ന് DNA പെട്ടെന്നുള്ള ഇരട്ടിക്കൽ, പെട്ടെന്ന് അത് ഇരട്ടിച്ച് ഉണ്ടാവുന്ന ഒരു തകരാറ്, ഇരട്ടിക്കൽ മൂലം ഉണ്ടാകുന്ന തകരാറുകള്, പിന്നെ ചില പ്രത്യേകമായ രാസവസ്തുക്കള്, വികിരണങ്ങള്, ഇതൊക്കെയാണ് ഉൽപരിവർത്തനത്തിന് കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? ജീനുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ജീനുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഉണ്ടാവുന്ന തലമുറയിലത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യും? സ്വഭാവത്തില് വൈവിധ്യങ്ങൾ കാണാം. അപ്പൊ അതാണ് വ്യതിയാനത്തിന് കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഉൽപരിവർത്തനവും ഒരു പ്രധാന ഘടകമാണ് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് വെച്ചാല് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ നിശ്ചയിക്കാം എന്നാണ് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ ഉണ്ടാവുന്നത് 44 സ്വരൂപ ക്രോമോസോമുകളും പിന്നെ 2 ലിംഗനിർണയ ക്രോമോസോമുകളുമാണ്. അപ്പോൾ പെണ്ണിൽ എപ്പോഴും എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആണിൽ എങ്ങനെയാണ്? പുരുഷന്മാരിലാണെങ്കിൽ 44 സ്വരൂപ ക്രോമോസോമുകളും പിന്നെ 2 ലിംഗ ക്രോമോസോമുകളും, ലിംഗനിർണയ ക്രോമോസോമുകളുമാണ് കാണപ്പെടുന്നത്. അപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞ 2 എണ്ണം പുരുഷന്മാരിലുണ്ട്. പക്ഷെ സ്ത്രീകളിൽ വൈ ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോ ബീജ സംയോഗ സമയത്ത് എന്ത് സംഭവിക്കും? പുരുഷന്മാരിലുള്ള ക്രോമോസോമുകൾ കൈമാറ്റം ചെയ്യപ്പെടുള്ളൂ. അപ്പോ എക്സ് ക്രോമോസോമാണ് പുരുഷന്മാരിൽ നിന്ന് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സ്ത്രീകളിലേക്ക് ചേരുമ്പോൾ എക്സ് എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ എക്സ് ക്രോമോസോമിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? പെൺകുട്ടിയായിരിക്കും എന്തായാലും. അതുപോലെ തന്നെ എന്താണ് എക്സ് എന്നുള്ള രീതിയിലും പോയാലും എന്ത് സംഭവിക്കും? അതും പെൺകുട്ടി എന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ വൈ എക്സ് എന്നുള്ള രീതിയിൽ പോയാലും എന്ത് സംഭവിക്കുക? എക്സ് വൈ എന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ എക്സ് വൈ എപ്പോഴും എന്താണ്? ബോയ് ആയിരിക്കും, അതായത് ആൺകുട്ടിയായിരിക്കും. അങ്ങനെയാണ് കുഞ്ഞാണാണോ പെണ്ണാണോ എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക. ജനിതക രഹസ്യം അതാണ് നിശ്ചയിക്കുന്നത്, അങ്ങനെയാണ് നിശ്ചയിക്കുക. അപ്പൊ പെൺകുട്ടിയിൽ എപ്പോഴും എന്താണ്? സ്ത്രീകളിൽ ലിംഗനിർണയ ക്രോമോസോമുകൾ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ.
പുരുഷന്മാരിലാണെങ്കിൽ എക്സ് വൈയും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എക്സ് ബീജ സംയോഗ സമയത്ത് എക്സ് ക്രോമോസോം, അതായത് എക്സ് ആണ് ക്രോമോസോമുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ എന്താണ് അത് കൂടിച്ചേരുമ്പോൾ, അതായത് പെൺകുട്ടിയിലെ ക്രോമോസോമും ഈ പുരുഷന്മാരിലെ ക്രോമോസോമും കൂടിച്ചേരുമ്പോൾ എന്താണ് എക്സ് ഉള്ള രീതിയിലുള്ള ഒരു തലമുറയാണ് ഉണ്ടാവുക. അപ്പൊ എക്സ് ആണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും. നേരെ മറിച്ച് വൈ ആണ് പുരുഷന്മാരിൽ നിന്നും ക്രോമോസോം കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ അത് എന്തായിരിക്കും, അത് ആൺകുട്ടി ആയിരിക്കും. അടുത്ത തലമുറയിൽ ഉണ്ടാവുന്നത് ആൺകുട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിശ്ചയിക്കുന്നത്. അടുത്തത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നിറവ്യത്യാസത്തിനെ, പല മനുഷ്യരും പല നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ചിലവര് നന്നായി കറുത്തിട്ടായിരിക്കാം, ചിലവർ നന്നായി വെളുത്തിട്ടായിരിക്കാം, ചിലവര് ഇടത്തരം കളറിലായിരിക്കാം കാണപ്പെടുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇത് കാരണം എന്ന് പറയുന്നത്? അതും ഇതുപോലെ തന്നെ ഒരു നമ്മളെ മെലാനിൻ എന്ന വർണ്ണവസ്തു, വർണ്ണകം പ്രോട്ടീനാണ് ത്വക്കിന് നിറം കൊടുക്കുന്നത്. അതും ഈ ത്വക്കിന് നിറം നൽകുന്ന ജീനുകളുടെ അലീലുകളുടെ പ്രവർത്തനത്തിന്റെ വ്യത്യാസം മൂലമാണ് മെലാനിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് മനുഷ്യരിലെ ത്വക്കിന്റെ നിറവ്യത്യാസത്തിന് കാരണം. അതും ഈ ത്വക്കിന്റെ നിറവ്യത്യാസത്തിന് കാരണം എന്താണ്, നമ്മുടെ ജീനുകളിൽ ഉണ്ടാവുന്ന അലീലുകളുടെ പ്രവർത്തനത്തിലെ വ്യത്യാസം മൂലം എന്ത് സംഭവിക്കും, മെലാനിൻ എന്ന വർണ്ണവസ്തുവില് ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ. മെലാനിൻ ആണ് നമ്മുടെ ത്വക്കിന് നിറം കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് നമുക്ക് നിറവ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്, ശരിക്കും ഒരു ജീനിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് നിറങ്ങൾ വ്യത്യാസപ്പെടുന്നത്. നമ്മൾ കറുത്തതായിട്ടും വെളുത്തതായിട്ടും ഒക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം ഇതാണ് സംഭവം, ജീനിന്റെ ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ ഈ പാഠം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പാഠം തന്നെയാണ് പരീക്ഷയ്ക്ക്. ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതിൽ നിന്ന്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ.